Hey guys, welcome back to my YouTube channel. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ബേസിക് ഈസി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബോ പാറ്റേൺ ആണ്, ഒരു ടൈനി ബോ പാറ്റേൺ. അപ്പോൾ ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഒരു ചെറിയ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പേപ്പർ ക്ലിപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുക്ക് മാർക്കായിട്ടോ അങ്ങനെ മൾട്ടി പർപ്പസ്ലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബോ പാറ്റേൺ ആണ്. വളരെ ഈസി ആയിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ബോ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു 3mm ഹുക്കും അതുപോലെ ഒരു അക്രിലിക് യാണുമാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മാജിക് സർക്കിളാണ് ഉണ്ടാക്കുന്നത്. മാജിക് സർക്കിൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയാത്തവർക്ക് നമ്മുടെ പ്രീവിയസ് വീഡിയോ, ബേസിക്സ് വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ മതി. മാജിക് സർക്കിൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ 2 ചെയിന് ചെയ്ത് കൊടുക്കുക. 2 ചെയിൻസ്, 2 ചെയിന് ആദ്യം ചെയ്തതിന് ശേഷം ഈ മാജിക് സർക്കിളിനകത്തോട്ട് നമ്മൾ 5 ടൈം ഡബിൾ ക്രോഷ്യ ചെയ്യണം. ആദ്യം 2 ചെയിൻ ചെയ്യുക, അതിനുശേഷം 5 ടൈംസ് ഡബിൾ ക്രോഷ്യ. ഫൈവ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 2 ചെയിൻ ചെയ്യുക. അതിനുശേഷം മാജിക് സർക്കിളിനകത്തോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ബോർഡ് ഒരു സൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ പാറ്റേൺ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മാജിക് റിങ്ങിനകത്തോട്ട് 2 ചെയിൻ ചെയ്യുന്നു, 5 DC, ദെൻ 2 ചെയിൻസ്, ദെൻ സ്ലിപ്പ് സ്റ്റിച്ച്. ഇതേ സെയിം പാറ്റേൺ തന്നെ ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ മാജിക് സർക്കിൾ ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഈ മാജിക് സർക്കിൾ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ആ സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇട്ടിട്ടുള്ള ചെറിയൊരു ടെയിൽ ഓഫ് യാണ്, ഈ ഒരു യാണുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പിടിച്ചങ്ങോട്ട് വലിച്ച് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മുടെ കറക്റ്റ് ആ ബോ ഷേപ്പിൽ വന്ന് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ചെയിൻ ചെയ്തതിന് ശേഷം, ചെയിൻ ചെയ്യുന്നത് നമ്മളെപ്പോഴും കട്ട് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഒരു ചെയിൻ ചെയ്യുക, അതിനുശേഷം ചെറിയൊരു ടെയിൽ വെച്ചതിന് ശേഷം യാൺ കട്ട് ചെയ്യുക. എന്നിട്ട് ആ ബാക്കി വന്നിട്ടുള്ള 2 ടെയിൽ ഉണ്ടല്ലോ, യാൺ ടെയിൽ, അത് ആ സെൻറ്ററിൽ നമുക്ക് 1-2 തവണ ചുറ്റിയതിന് ശേഷം താഴെ വെച്ചിട്ട് വെറുതെ ഒരു കെട്ടിടുക, ടൈറ്റ് ചെയ്തൊരു കെട്ടിട്ട് കൊടുത്താൽ നമ്മുടെ ബോ റെഡിയായി. ഇപ്പോൾ ഈ ഒരു ബോ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോജക്ട്സിൽ, പൗച്ചോ അല്ലെങ്കിൽ ഫ്രോക്സോ അങ്ങനെ എന്തെങ്കിലും പ്രോജക്ട്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബോബി പിൻസ്, ഹെയർ ക്ലിപ്പ്, പിന്നെ അതുപോലെ പേപ്പർ ക്ലിപ്പൊക്കെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിനകത്തോട്ട് ഇങ്ങനെ കടത്തി കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു സ്റ്റിച്ചിനകത്തോട്ട് നമ്മുടെ ഈ ഒരു ബോബി പിന്നോ അല്ലെങ്കിൽ പേപ്പർ ക്ലിപ്പോ കടത്തി കൊടുത്താൽ മതി. അപ്പോൾ ഒരു ബുക്ക് മാർക്കായിട്ടോ അല്ലെങ്കിൽ ഹെയർ ക്ലിപ്പായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈനി പ്രൊജക്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മാക്സിമം ഞാൻ റിപ്ലൈസ് തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.